മദ്യവും മയക്കുമരുന്നും കഞ്ചാവും MDMA പോലുള്ള രാസലഹരികളും കേരള സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുവാൻ പല കുൽസിത മാർഗങ്ങളും കണ്ടെത്തുന്നു. മയക്കുമരുന്നിൻ്റെ പ്രചാരകരും വാഹകരുമായി മയക്കുമരുന്ന് മാഫിയ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയും യുവതലമുറയെയുമാണ്. പെൺകുട്ടികളടക്കമുള്ള സ്കൂൾ കുട്ടികളെ ചതിയിൽപ്പെടുത്തി മയക്കുമരുന്നിന് അടിമകളാക്കി തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കൊഴുപ്പിക്കുകയാണ്. ഒരു സമാന്തര സാമ്പത്തിക അധോലോകം കെട്ടിപ്പടുത്ത് ആ പണവും പിന്നീട് തങ്ങളുടെ ഇരകളാവുന്നവരെയും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പത്രങ്ങളിൽ നാം വായിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് യുവതി യുവാക്കൾ കാണാതായതായി പോലീസ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് വേട്ടകളുടെ വാർത്തകൾ നിത്യേന നാം വായിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം ഗവൺമെൻറ്റിൻ്റെയും സാമൂഹിക സാമുദായിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. മയക്കുമരുന്ന് മാഫിയകളുടെ ചതിക്കുഴികളിൽ അബദ്ധത്തിൽ ആരെങ്കിലും വീണുപോയാൽ അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താതെ, മാനസികമായി പീഡിപ്പിക്കാതെ, അവർക്ക് വേണ്ട കരുതലും സ്നേഹ ലാളനങ്ങളും നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. കാലിക പ്രസക്തമായ ഈ ഇതിവൃത്തം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കടപ്ലാമറ്റം മേരിമാത പബ്ലിക് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നിങ്ങളുടെ മുൻപിൽ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു സാമൂഹിക നൃത്ത സംഗീത നാടകം ആത്മദർപ്പണം. ഈ നാടകത്തിനു വേണ്ട എല്ലാ പിന്തുണയും നൽകിയ കടപ്ലാമറ്റം മേരിമാത പബ്ലിക് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് മുളഞ്ഞനാൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ ജോൺ കുറ്റാരപ്പള്ളി എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. സംവിധാന സഹായികൾ മിസ്സിസ് മോബി മാത്യു, മിസ്സിസ് മിനി MB, മിസ്സിസ് അഞ്ജു അനിൽ. കോർഡിനേഷൻ മിസ്റ്റർ അനിൽ ജോർജ്. അഭിനേതാക്കൾ ഷോൺ സിറിൽ രാജേഷ്, ഗോകുൽ കൃഷ്ണ, അലീന റോബിൻ, ഹന്ന S കാരിക്കൽ, ആൻമരിയ ജോസഫ്, ആൽബിൻ ഷാജി, പ്രണവ് S. നാടകരചന ഡോക്ടർ അഗസ്റ്റിൻ ജോസഫ് തോണിക്കുഴി, ഡയറക്ടർ മേരിമാത പബ്ലിക് സ്കൂൾ കടപ്ലാമറ്റം. സംവിധാനം ഫാദർ ക്രിസ്റ്റി പന്തലാനി, ഡയറക്ടർ പാലാ കമ്മ്യൂണിക്കേഷൻസ്. ശബ്ദം നൽകിയവർ ഫാദർ ക്രിസ്റ്റി പന്തലാനി, സിസ്റ്റർ ആൻസ് DST, മിസ്സിസ് വിനീത മാണി, മിസ്റ്റർ പ്രതീഷ് കുമാർ, സിസ്റ്റർ അനൻസിയ SH, മാസ്റ്റർ ആൽബിൻ ഷാജി. റെക്കോർഡിംഗ് BM ട്രാക്സ് മീഡിയ, പൈക. ആ കൊച്ചിനെ കാണുന്നില്ലല്ലോ. അവളെങ്ങനെ താമസിക്കുന്നതല്ലായിരുന്നല്ലോ. അവളെ അതിന് +2 റിസൾട്ട് അറിയാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതല്ലേ. അതറിയാതെ അവൾക്ക് വരാനൊക്കുവോ? അതിനവള് രാവിലെ പോയതല്ലേ, ഇതുവരെ കണ്ടില്ലല്ലോ. സമയം 2 മണി കഴിഞ്ഞു. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മോളി, എടി മോളി, അവളെ ഒന്ന് വിളിച്ചേ. ഞാനവളെ വിളിച്ചായിരുന്നമ്മേ. സൈറ്റ് ജാമാന്നാ അവൾ പറഞ്ഞേ. അതെങ്ങനെയാ? 10-20 ലക്ഷം പിള്ളേരല്ലേ ഒന്നിച്ച് സൈറ്റ് കയറുന്നേ. നല്ല ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടായിരുന്നേ ആ കൊച്ചിന് വേറെങ്ങും പോകാതെ ഇവിടെ ഇരുന്ന് തന്നെ റിസൾട്ട് അറിയായിരുന്നു. കാലം പോയ പോക്കേ. പണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ ചെന്നായിരുന്നു റിസൾട്ടും മറ്റും അറിയുന്നേ. ഇപ്പം വീട്ടിലിരുന്നോണ്ട് തോണ്ടിയാൽ മതി, എല്ലാ വിവരവും കിട്ടും. സ്കൂളിലും പോകണ്ട, ബാങ്കിലും പോകണ്ട. സർക്കാർ ഓഫീസിലോട്ടൊക്കെ ചെന്നാലാണ് ഒരു കാര്യവും നടക്കത്തില്ല. എല്ലാം ഓൺലൈനാണെന്ന് പറഞ്ഞു വിടും. എന്നെപ്പോലെയുള്ള വയസ്സന്മാരൊക്കെ ഇനി വീട്ടിൽ കൂനിക്കൂടി ഇരുന്നാൽ മതി. മമ്മി, മമ്മി, എന്റെ റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ A+ ഉണ്ട്.
ആ മിടുമിടുക്കി ചക്കര ഉമ്മ. ഇനി എനിക്ക് ആ കൊച്ചനാനയുടെയും ജയമോടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. ഹോ, അവളുമാരുടെയൊക്കെ പിള്ളേര് മെഡിസിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞ് എന്തായിരുന്നു ഒരു പത്രാസ്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിനക്ക് ഫുള്ളും കിട്ടുമെന്ന്. നീ എൻ്റെ കൊച്ചുമോളല്ലേ? എല്ലാം തമ്പുരാൻ്റെ കരുണയ പിള്ളേരെ. ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യണം. കടപ്ലാമറ്റ മുത്തിയമ്മയ്ക്ക് 2 മെഴുകുതിരി കത്തിച്ചേക്കണം. അതുപോലെ തന്നെ അന്തോണീസ് പുണ്യാളിനൊരു മാല ഇട്ടേക്കണം. എല്ലാം ദൈവം നമുക്ക് തരും. ആ പപ്പയും എത്തിയല്ലോ. ഇന്നെന്നാ നേരത്തെ പോന്നേ? പപ്പായേ, എന്റെ റിസൾട്ട് വന്നു. ഞാൻ ഫുൾ A+ വാങ്ങിച്ചു കേട്ടോ. മിടുക്കി. അല്ലേലും എൻ്റെ മനസ്സ് നേരത്തെ പറഞ്ഞായിരുന്നു നിനക്ക് ഫുൾ A+ കിട്ടുമെന്ന്. ഓ, അപ്പൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഞാനാ അവളെ കൂത്തിയിരുന്ന് പഠിപ്പിച്ചത് ഇല്ലേടി? രാത്രി കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന നീ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നിന്റെ അപ്പന്. ഇത് കേട്ടാത്തൊന്നുമില്ലോടി, നീയാ പോയി പരീക്ഷ എഴുതിയെന്ന്. ഈ നേട്ടം നമ്മുടെ എല്ലാവരുടെയും നേട്ടമാ. നമ്മുടെ എല്ലാം സ്വപ്നമല്ലായിരുന്നോ ഇത്? മോളുടെ ഈ ജയം നമുക്കെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. നിന്റെ മമ്മിയുടെയും അമ്മച്ചിയുടെയും ഒക്കെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടെന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടാ മതി. പപ്പാ, ഇതെന്താ പപ്പാ പപ്പാടെ കയ്യില്? അതെ, എൻ്റെ മോളുടെ വിജയത്തിൽ പപ്പ തരുന്ന ഒരു സമ്മാനം. ഹായ്, മൊബൈൽ ഫോൺ. മമ്മി ഇത് കണ്ടോ? പപ്പ എനിക്ക് വാങ്ങിത്തന്ന മൊബൈൽ ഫോൺ. നിനക്കത് ഇഷ്ടപ്പെട്ടോടെ? അതെന്ത് ചോദ്യവാമേ? അവൾക്ക് ഇഷ്ടമാകാണ്ടിരിക്കുവോ? അത് മൊബൈൽ ഫോൺ. നീ അറിഞ്ഞോടാ ആശമോൾക്ക് ഫുൾ A+ കിട്ടിയത്? ഞാനത് എപ്പോഴേ അറിഞ്ഞു. അതല്ലേ ഒരു കേക്കും മേടിച്ച് നേരെ ഇങ്ങ് പോന്നേ. നീ ഇനി പഠിച്ച് പഠിച്ച് വലിയ ഡോക്ടർ ആകുമ്പോ പപ്പ ഇതിലും വലിയ സമ്മാനം മേടിച്ചോണ്ട് തരും കേട്ടാ. അതെ, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് ചിറകമുളച്ച ദിവസമല്ലേ ഇന്ന്. മോളു, നീ ചേട്ടായി വിടുന്ന ആ കേക്കൊന്ന് മുറിച്ചേ. തമ്പുരുമീറ്റും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീറ്റും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. എടി കൊച്ചേ, നീ ഇപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുവാണോ? നീ നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുവാൻ ഓർത്തോണം കേട്ടോ. ഇല്ലാത്ത കാശും കൊടുത്താ നിന്നെ ബ്രില്യൻറ്റിൽ എൻട്രൻസിന് വിട്ടേക്കുന്നേ. എന്റെ മമ്മി, ഞാൻ ഇത്രയും നേരം പഠിക്കുമായിരുന്നു. പഠിച്ച് മടുത്തപ്പോ ഞാനിതൊന്ന് എടുത്തന്നേ ഉള്ളൂ. ആശമോളെ, നിനക്ക് വീട്ടിലെ വിഷമങ്ങളൊക്കെ അറിയാലോ. ഡൊണേഷൻ കൊടുത്ത് മെഡിസിന് പോകാനൊന്നും നമുക്ക് പാങ്ങില്ലടി കൊച്ചേ. നന്നായി പഠിച്ച് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ മേടിക്കണം നീ. പപ്പായ്ക്ക് ചെറിയൊരു കടയല്ലേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് വീട്ടു ചിലവ് തന്നെ കഷ്ടിയാ. അവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നുമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിക്കുന്നുണ്ട് മമ്മി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ചിലതൊക്കെ എൻ്റെ തലയിലോട്ടൊന്ന് കേറണ്ടേ? അതെങ്ങനെയാ? നിന്റെ തലയിൽ എപ്പോഴും മൊബൈൽ ഫോണും ചാറ്റിങ്ങും അല്ലേ? ആരുടാടി എപ്പോഴും ഈ ചാറ്റിങ്? ഓ, ഈ മമ്മിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ കൂട്ടുകാരികളൊക്കെ 5-6 മണിക്കൂറാ ഫോൺ ഉപയോഗിക്കുന്നത്, അറിയോ? ഞാനൊക്കെ 1 മണിക്കൂറല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ സമയം ഞാൻ പഠിക്കുമല്ലേ. ഉവ്വ, ഇന്നലെ രാത്രി 12-ന് നിന്റെ മൊബൈലിന്റെ സ്ക്രീനിൽ വെട്ടം ഞാൻ കണ്ടല്ലോ. എന്തായിരുന്നു പരിപാടി?
അത് ഞാൻ പഠിക്കുമായിരുന്നു. നെറ്റിൽ നോക്കിയിട്ട് വേണം അമ്മേ അസൈൻമെൻ്റ് ഒക്കെ എഴുതാൻ. പാതിരാത്രി മുറിയൊക്കെ അടച്ചിട്ടേച്ച് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും കേൾക്കുവല്ലെന്നായി. മമ്മിക്ക് ഇത് എന്തിൻ്റെ കേടാ? എനിക്ക് കുറച്ച് സ്വൈര്യം തരാനായിട്ട് പറ്റുമോ? എല്ലാത്തിനും എന്തിനാ ഈ മമ്മി എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ദേ പപ്പ, പുന്നാരമോള് പറയുന്നത് കേട്ടോ, അവൾക്കിവിടെ സ്വൈര്യമില്ലെന്ന്. എന്നതാ മോളെ ഇത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മമ്മി അങ്ങനെയൊക്കെ പറയുന്നേ? അതെ മോളെ, ഞങ്ങൾക്കൊക്കെ മോളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാ. പഠിച്ച് വലിയ ഡോക്ടറാകണം നീ ആ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് താ. ഇനി എൻ്റെ കാങ്ക മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ആരുടെ സ്വപ്നത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കണ്ടേ? എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ഡിസൈനിങ്ങിലാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടോ? നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുടെ മക്കളും മെഡിസിന് പഠിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ എന്നെ വേണ്ടേ? പൊങ്ങച്ചൻ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ എൻട്രൻസിന് വിട്ടത്? +2 ഫുൾ A+ കിട്ടിയതിനാ എന്റെ കുറ്റം കൊണ്ടാണോ? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ എന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടാത്തെ? എന്നെ എന്റെ ജീവിതം ഒന്ന് ജീവിക്കാൻ അനുവദിക്കാമോ? മമ്മി, ഐ ആം റിയലി സോറി മമ്മി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സങ്കടമായി അല്ലേ? എൻട്രൻസിൻ്റെയൊക്കെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ മമ്മി. പഠിക്കാൻ ഒരുപാടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും പഠിച്ചതൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം. സാരമില്ല മോളെ. ആ, മക്കളോട് ക്ഷമിക്കാനല്ലേ ദൈവം മാതാപിതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പപ്പാ, എനിക്ക് കുറച്ച് കാശ് വേണം. എന്തിനാടാ നിനക്കിപ്പം കാശ്? എനിക്കൊരു ബൈക്ക് മേടിക്കണം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്കുണ്ട്, എനിക്കും വേണം ഒരു ബൈക്ക്. എടാ, കോവിഡിന് ശേഷം ബിസിനസ്സൊക്കെ ഡള്ള. കടയിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. നീ പഠിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ബൈക്കും കാറും ഒക്കെ മേടിക്കാം. അതന്നല്ലേ. ഇപ്പോൾ എനിക്ക് ബൈക്ക് വേണം. ഇപ്പോൾ ബുക്ക് ചെയ്താലും 3-4 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ബാക്കി പൈസ അന്നേരം കൊടുത്താൽ മതി. എടാ മോനെ, പപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിലും എനിക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പൈസയില്ല. ആശയ്ക്ക് 25,000-ന് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാം, 50,000 കൊടുത്ത് എൻട്രൻസിന് ചേർക്കാം. എനിക്ക് മാത്രം ഒന്നുമില്ല. അതെന്താ? ഞാൻ ഈ വീട്ടിലെ അല്ലേ? മോനെ, പപ്പയോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. അടുത്ത ആഴ്ച ബൈക്ക് ബുക്ക് ചെയ്യാൻ 5,000 രൂപ തന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മോളി, ഞാൻ എന്നതാ മോളി ഇപ്പം ചെയ്യണ്ടേ? എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്നാ ചെയ്യാനാ? ആ, നമ്മുടെ വീടും കടയൊക്കെ പണയം വെച്ച് ഒരു ലോൺ എടുക്കാം അല്ലേ? അല്ലെങ്കിലും ആശയെ മെഡിസിന് വിടാനും പൈസ വേണ്ടേ? എടാ, ക്രിസ്മസ് ഇങ്ങ് അടുത്തില്ലേ? ഈ കൊല്ലം പുൽക്കൂടൊന്നും ഉണ്ടാക്കുന്നില്ലേ? പുൽക്കൂടൊക്കെ പഴഞ്ചൻ ഏർപ്പാടാ അപ്പച്ച. നമുക്ക് 2 സ്റ്റാറും വാങ്ങിച്ച് കുറേ മാൽബൾബ് ഇട്ടാ പോരെ? സ്റ്റാറൊക്കെ വാങ്ങിച്ചിട്ടോ, പക്ഷേ നമുക്കൊരു പുൽക്കൂട് വേണം. പുൽക്കൂടില്ലാതെ എന്താ ക്രിസ്മസ് ഘോഷിക്കുന്നത്? തിരുക്കുടുംബത്തിൻ്റെ പതിപ്പാണ് പുൽക്കൂട്. അത്ര നിർബന്ധമാണ് ഒരു പുൽക്കൂടങ്ങ് വാങ്ങിച്ചു വെക്കാം. ഇപ്പോൾ ക്രിബും ക്രിസ്മസ് ട്രീയും ഒക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടും. മോളി, ഈ വർഷം ക്രിസ്മസിന് ആശാമൾ വരികയല്ലേടി? ആ, അവള് വരുമെന്നാ പറഞ്ഞേ. എടി, ഇത് വായിച്ചോ? മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ പെമ്പിള്ളേർക്ക് രാത്രി നിയന്ത്രണം നിർത്തലാക്കിയെന്ന്. എന്നുവെച്ചാൽ എപ്പം വേണേലും ഹോസ്റ്റലിൽ വരികയും പോവുകയും ചെയ്യാമെന്ന്. അതാണത്രേ ലിംഗസമത്വം എന്നതാണോ?
ഈ സർക്കാർ എന്നാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നേ? പെൺപിള്ളാരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്ന കാരണവന്മാരിനി തീ തിന്ന് വേണം ജീവിക്കാൻ. ഹലോ ആശമോളെ, നിനക്ക് സുഖമാണോടി? ഹലോ മമ്മി, എനിക്ക് സുഖാട്ടോ. പിന്നെ പിന്നെ മമ്മി, ഞാൻ ഈ ക്രിസ്മസിനെ വീട്ടിലോട്ട് വരത്തില്ലേ? എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് പോവാട്ടോ. ഹലോ ഹലോ, അത് ആരുടെ ഫോണാടി? ആശമോൾ അമ്മച്ചി. അവൾ ഈ വർഷം ക്രിസ്മസിന് വരികയില്ലെന്ന്. അവൾക്ക് ഇതെന്നെ പറ്റിയെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. ഇപ്പം ആഴ്ചയിൽ ഒന്നേ വിളിക്കൂ. വിളിച്ചാൽ തന്നെ 1-2 സെൻറ്റൻസ് പറഞ്ഞാലായി. അവിടെ സുഖം ഇവിടെ സുഖം, തീർന്നു വർത്തമാനം. കൊച്ചിനിപ്പോൾ ഒത്തിരി പഠിക്കാനുണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ MBBS 3 വർഷമല്ലേ? പഠിക്കാനുണ്ടെന്ന് വെച്ച് വീടും വീട്ടുകാരെയും ഒക്കെ മറക്കാൻ പറ്റുമോ അമ്മച്ചി? മോളു, നീ എന്തു പറഞ്ഞാ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേ? ക്രിസ്മസിന് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. മിടുമിടുക്കി. ഇതെന്താന്നറിയാമോ കൊച്ചുകള്ളി നിനക്ക്? ഇതെന്താ, പഞ്ചസാരയാണോ? പഞ്ചസാര പോലെയുള്ളൊരു സാധനമാ. ഇതുപയോഗിച്ചാൽ നല്ല രസമാ. പഠിക്കാനൊക്കെ നല്ല ഉന്മേഷം കിട്ടും. പഠിച്ചതൊന്നും മറക്കുകയുമില്ല. കുറച്ച് നിൻ്റെ കൂട്ടുകാരിക്കും കൊടുത്തോ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല കാശും വാങ്ങാം. അങ്ങനെ നമുക്ക് അടിപൊളിയായി ജീവിക്കാം. എടാ, എന്നതാടാ ഈ പൊടി? പേരൊന്നും നീ അറിയണ്ട, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി. ഇതിനെടാ വല്ല മയക്കുമരുന്നുമാണോ? മയക്കുമരുന്ന് മണ്ണാങ്കട്ട. നീ ഒരു കാര്യം ചെയ്യണം. ഈ ബാഗ് നാളെ വൈകിട്ട് പാരഡൈസ് ബീച്ചിലെത്തിക്കണം. അയ്യോ, എനിക്കെങ്ങും വയ്യ. ഇതേതാണ്ട് ശരിക്കും മയക്കുമരുന്ന് തന്നെയാന്നാ തോന്നുന്നേ. ചിലപ്പോൾ ആയിരിക്കും. അടിപൊളിയായി ജീവിക്കണേ, ഇങ്ങനെയൊക്കെ ചെയ്യണം മോളെ. നീ പോടാ, ഞാൻ നിന്റെ അടിമയാന്നാണോ വിചാരം? പിണങ്ങാതെ മോളെ. ഓന്തോടിയാൽ എവിടം വരെ ഓടും. നീ നാളെ പാരഡൈസ് ബീച്ചിൽ ഈ ബാഗ് കൊണ്ടുപോയി കൊടുക്കും. അവിടെ ചുവന്ന പാൻസും കറുത്ത ടീഷർട്ടും ഇട്ട ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. അയാൾക്ക് കൈമാറിയാൽ മതി. ഒരു കുഞ്ഞു പോലും അറിയില്ല. നീ പൊക്കോണം കേട്ടോ. ഈ പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. പിരിയാമെന്നോ? നീ എന്താ വിചാരിച്ചേ? ആഡംബര ഹോട്ടലുകളിൽ നിന്നെ കൊണ്ടുപോയി അടിപൊളി ചെലവ് ചെയ്തതും വില കൂടിയ വസ്ത്രങ്ങളും സമ്മാനങ്ങളും വാങ്ങിത്തന്നതും എന്തിനാണെന്നോ നീ വിചാരിച്ചേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? അതോ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടാണെന്നോ? എടാ വൃത്തികെട്ടവനെ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ എന്തൊരു മണ്ടിയാ. ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ നീ? അന്നേരം നീ നിന്റെ വീട്ടുകാരെ ഓർത്തില്ലല്ലോ. പോടാ പട്ടി. I hate you. I hate you. ഡീ, ഇനി നീ നിന്റെ ഫോണൊന്ന് നോക്കിക്കേ. ഞാൻ അതിലേക്ക് കുറെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിന്റെ വെറൈറ്റി ഫോട്ടോകൾ, നമ്മൾ തമ്മിലുള്ളത്. അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പറ, പിരിയണോ വേണ്ടയോന്ന്. അതോ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോന്ന്. മയക്കുമരുന്ന് മാഫിയയുടെ വലയിൽ വീണവർ തിരിച്ചുപോയ ചരിത്രമില്ല മോളെ.
എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ ഇതൊന്നും ആരും അറിയില്ല. അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ കാണും, നിന്റെ വീട്ടുകാരും കാണും. അതോടെ നിന്റെ ജീവിതം കട്ടപ്പുക. നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്. ഇന്നാ ഈ ഇഞ്ചക്ഷൻ എടുത്തോ, നല്ല ധൈര്യം കിട്ടും. മോളി ഞാനിന്നേ നേരത്തെ കടയിലോട്ട് പോവുക. വൈകുന്നേരം താമസിക്കും. ചോറ് പൊതിഞ്ഞു തരാമോ? കടയിലാണ് ഇപ്പം കച്ചവടം കുറവാ. ചിലവാണേ കൂടിക്കൂടി വരിക. വീടും കടയും കൂടെ ഈട് വെച്ചിട്ടെടുത്ത കടമടയ്ക്കാൻ പറ്റിയിട്ടില്ല. ബാങ്കിൽ നിന്ന് പലതവണ ഇപ്പം നോട്ടീസായി. എന്നാ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ലോടി. ആശമോളുടെ പഠിത്തം കഴിയുമ്പോൾ തമ്പുരാൻ എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കും. ഓ, പത്രം തുറന്നാലും ഇപ്പം കൊലപാതകവും അപകടമരണവും പീഡനവും മാത്രമേ ഉള്ളൂ. നാട്ടിലെങ്ങും മയക്കുമരുന്നിൻ്റെ വേട്ട. ശരിയാ, മക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാ. പണ്ടൊക്കെ 6 മണിക്ക് സന്ധ്യാമണി അടിക്കുമ്പോൾ പിള്ളേരെല്ലാം വീട്ടിൽ വന്ന് കുരിശുവര തുടങ്ങുമായിരുന്നു. അതെങ്ങനെയാ? ഇപ്പോൾ എല്ലാവരും ടിവിയുടെ മുൻപിലല്ലേ, അന്തിച്ചർച്ചയും സീരിയലും കണ്ടങ്ങ് ഇരിക്കും. ഇവിടെ ഒരു ചെറുക്കനുള്ളത് രാത്രി 10 മണി കഴിഞ്ഞാണ് വരുന്നത്. അവനൊക്കെ കവലെ പോയി എന്തെടുക്കുമായിരുന്നു ആവോ. മയക്കുമരുന്ന് വേട്ട. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തും അതിരമ്പുഴയിലും വൻ മയക്കുമരുന്ന് വേട്ട. പെൺകുട്ടികളടക്കമുള്ള സംഘത്തിൽ നിന്നും MDMA പിടിച്ചെടുത്തെന്ന്. പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെയാണ് മയക്കുമരുന്ന് മാഫിയ ഇരയും കരുവുമാക്കുന്നതെന്ന് വാമ്പാടി സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ഫിലിപ്പ് തോമസ് പറഞ്ഞു. എൻ്റെ ഈശോയെ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇവനൊക്കെ എന്തിൻ്റെ കുറവാണ്? ഹലോ, അതെ തോമാച്ചനാ? അതെ, ആശൻ്റെ മോളാണ്. എന്താ സാർ? സാർ, ഞാൻ ഉടനെ എത്താം. ഓക്കെ സാർ. സാർ, സാർ, ഞാൻ എത്തിക്കോളാം. എന്നാ, ആരാ വിളിച്ചേ? എടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പോലീസോ? എന്തു പറ്റി? കടയിൽ വല്ല കള്ളനും കയറിയോ? കടയിലല്ല, നമ്മുടെ മോക്കേ എന്തോ പറ്റിയിട്ടുണ്ട്. അവളെ ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞേ. എൻ്റെ മാതാവേ, എൻ്റെ മോൾക്കൊന്നും വരുത്തില്ലേ? എൻ്റെ അന്തോനീസ് പുണ്യാളാ, എൻ്റെ മോളെ കാത്തോണേ. ഇല്ല, എൻ്റെ കൊച്ചിനൊന്നും സംഭവിക്കത്തില്ല. നമ്മളെല്ലാ ദിവസവും തമ്പുരാനോട് അപേക്ഷിക്കുന്നല്ലേ അവൾക്ക് വേണ്ടി. എൻ്റെ തമ്പുരാനെ ഒന്നും വരുത്തിയേക്കല്ലേ. ഞാനാ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലട്ടെ. എടാ, നീയും കൂടി ഒന്ന് വാ. എൻ്റെ ശരീരം തളരുന്ന പോലെ. തോമാച്ചൻ തിരിച്ചു വന്നോടി? ഇല്ലേ ആച്ചാ, ഞാനിവിടെ പോയേക്കായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. നീ അവനെ ഒന്നും വിളിച്ചു നോക്ക്. ഞാൻ ഒരു 100 പ്രാവശ്യം വിളിച്ച അമ്മജി, മണിയടിച്ച് തീരുന്നതല്ലാതെ പപ്പ ഫോൺ എടുക്കുന്നില്ല. അനീഷും അങ്ങോട്ട് പോയിട്ടില്ലേ? അവൻ്റെ ഫോണിലൊന്ന് വിളിച്ചേ. അവന്റെ ഫോണിലും വിളിച്ചു, സ്വിച്ച് ഓഫ് ആണെന്ന്.
പറ്റിയോ പാപ്പാ? പോലീസ് എന്തിനാ വിളിപ്പിച്ചേ? മോളി, ആ താലിമാല ഇങ്ങ് ഒരുത്ത, പിന്നെ 2-3 ജോഡി ഡ്രസ്സും എടുത്തേ. എന്നതാടാ, എന്നതാ പറ്റിയെന്ന് എന്നോടൊന്ന് പറ. ചാച്ച, നമ്മുടെ നമ്മുടെ കൊച്ച് ആശമോക്ക് എന്നാ പറ്റിയതാടാ? എന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ചാച്ച. പോണ്ടിച്ചേരിയിലെ ഒരു മെഡിക്കൽ കോളേജില്ല. ഞാനും അനീഷും കൂടി അങ്ങോട്ടൊന്ന് പോവുക. ഇനി വല്ല ഫുഡ് പോയ്സണോ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കണേ എന്നാ എൻ്റെ പ്രാർത്ഥന. ഫുഡ് പോയിസൺ ആണെങ്കിൽ എന്തിനാ പിന്നെ പോലീസ് വിളിപ്പിക്കുന്നേ? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്നതാ ഉണ്ടായെന്നൊന്ന് പറയെൻ്റെ കൊച്ചേ. എന്തു വേണേലും സഹിക്കാൻ ഈ ചാച്ചൻ മനസ്സുകൊണ്ട് തയ്യാറാണ് മാനെ. നമ്മുടെ പൊന്നുമോൾ മയക്കുമരുന്നിനടിമയാണ് ചാച്ച. മയക്കുമരുന്ന് വിറ്റേന് അവളെ പോലീസ് പിടിച്ചു. ഇല്ല, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യുകയല്ല. അവളെ ആരെങ്കിലും ചതിച്ചതാ. അറിഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചങ്ങനെ ചെയ്യുകയല്ല. അവൾ അറിഞ്ഞുകൊണ്ടാകത്തില്ല. എൻ്റെ കൊച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല. ഇത് മയക്കുമരുന്ന് മാഫിയയുടെ ചതിയാ. അതുകൊണ്ടല്ലേ എൻ്റെ കൊച്ച് പോലീസ് പിടിച്ചപ്പോൾ അവള് ജീപ്പിൽ നിന്ന് എടുത്ത് ചാടി. ഇപ്പം ആശുപത്രിയിൽ ICUവില. ജീവൻ ബാക്കിയുണ്ടോന്ന് എനിക്കറിയത്തില്ല എൻ്റെ ചാച്ച. പപ്പ വാ, ഇനി ഒട്ടും താമസിക്കേണ്ട. മോളി, ടോമാച്ചൻ വിളിച്ചായിരുന്നോ? അവരെപ്പം വരുമെന്നറിയാവോ? ഏറ്റുമാനൂര് കഴിഞ്ഞെന്നാ അപ്പച്ചാ പറഞ്ഞേ. ഇപ്പൊ എത്തുമായിരിക്കും. ആ വരട്ടെ. അവളുടെ ജീവനേലും തിരിച്ചു കിട്ടിയില്ലോ എൻ്റെ തമ്പുരാനെ. മോള് വല്ലാതെ മെലിഞ്ഞു പോയി കാണും. 3-4 മാസമായി ആശുപത്രിയിലല്ലായിരുന്നോ? എന്റെ മാതാവേ, ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട മോളുടെ അമ്മയായി പോയില്ലേ. വീടും കടയും എല്ലാം പോയി. ആ സാരമില്ല മോളെ. ഒന്നുമില്ലാതെയാ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. വെറും കൈയോടെയാ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതും. എന്നാലും ഒരിക്കലും കരഞ്ഞിട്ടില്ല എൻ്റെ മോൻ, എൻ്റെ തോമാച്ചൻ. അവിടെ വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി യാചിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചങ്കു പൊട്ടിപ്പോയി മോളെ. ഇതെൻ്റെ ജീവനാ, എൻ്റെ സ്വപ്നമാ. അത് നിങ്ങൾ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര് കേൾക്കാനാ? മമ്മി, മമ്മി, എന്റെ മോളെ. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി അല്ലേ? നീ ഞങ്ങളുടെ പൊന്നോമനയല്ലേ? നീ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭാരമാകുന്നേ? ഞാൻ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് വേദനിച്ചു. ഇപ്പം നീ അതൊന്നും ഓർക്കണ്ട. മോള് ഞങ്ങളുടെ കൂടെ ഈ വീട്ടിലുണ്ടല്ലോ, അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇനിയെല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം. സാരമില്ല പപ്പ,
കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ആശമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവളെ നമുക്ക് ഡോക്ടറാക്കണം. അവൾ ഈ വീടിന് അഭിമാനമാകണം. അവക്കിപ്പോൾ ആവശ്യം നമ്മുടെ സ്നേഹമാണ്. മമ്മി, എനിക്ക് ഒരു കണ്ണാടി തരാവോ? 4 മാസമായി ഞാൻ എൻ്റെ മുഖം ഒന്ന് കണ്ടിട്ട്. ഞാനിതൊന്ന് കണ്ടോട്ടെ. വേണ്ട മോളെ, നീ ഇപ്പം നിന്റെ മുഖം കാണണ്ട. അത് കാണുമ്പോൾ നിനക്ക് സങ്കടമാവും. വേണം, എനിക്കെൻ്റെ മുഖം കാണണം. എനിക്കൊരു കണ്ണാടി തരുമോ? വേണ്ട മോളെ, ഇപ്പോഴത്തെ നിന്റെ മുഖം കാണുമ്പോൾ നിനക്ക് സങ്കടമാവും. കാണാനുള്ള ശേല് മാത്രമല്ല മോളെ സൗന്ദര്യം. മുഖം വികൃതമായാലും നീ ഞങ്ങളുടെ കണ്ണും കരളും തന്നെയാ. പപ്പ, മമ്മി, ഈ കണ്ണാടി എൻ്റെ കണ്ണ് തുറപ്പിക്കുന്നു. പണ്ട് ഞാൻ ഈ കണ്ണാടിയിൽ എൻ്റെ മുഖസൗന്ദര്യം മാത്രമേ നോക്കിയുള്ളൂ. എൻ്റെ മുഖത്തിൻ്റെ പോരായ്മകൾ കാണാനേ ഈ കണ്ണാടി എനിക്ക് ഉപകരിച്ചുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കണ്ണാടിയിൽ എൻ്റെ ആത്മാവിനെ കാണുന്നു. ഈ കണ്ണാടിയിൽ ഞാൻ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുന്നു. എൻ്റെ അറിവില്ലായ്മ വികൃതമാക്കി എന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന എൻ്റെ പപ്പയെ ഞാൻ കാണുന്നു. എൻ്റെ മമ്മിയെ ഞാൻ കാണുന്നു. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും എൻ്റെ പൊന്നാങ്ങളെയും ഒക്കെ ഞാൻ കാണുന്നു. നിങ്ങളൊക്കെ എനിക്ക് ആരാണെന്ന് മനസ്സിലാക്കി തന്നു ഈ കണ്ണാടി. എന്നിലെ എന്നെയും നിങ്ങളിലെ നിങ്ങളെയും എനിക്ക് കാണിച്ചു തന്ന എൻ്റെ മുത്താണ് ഈ കണ്ണാടി. നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ നിധി. ഇപ്പോ നമ്മുടെ വീട് ഒരു കുടുംബമായിട്ട് മാറി. സ്നേഹമുള്ള കുടുംബമാണ് ഭൂമിയിലെ സ്വർഗം. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം നാണിക്കുന്നു. എന്നും സ്വർഗം നാണിക്കുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം